ഞങ്ങൾ ഇന്നത്തെ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് തൈപ്പൂയ ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട്. രാവിലെ തന്നെ ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് പണിയൊക്കെ തുടങ്ങുവാണെങ്കിൽ നല്ലൊരു ഉന്മേഷമല്ലേ. അങ്ങനെ ഒരു ചെറുതായിട്ട് കാപ്പിയൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേനും അമ്മ സാമ്പാറിനുള്ളതെല്ലാം കുക്കറിനകത്താക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വിഷ്ണുവിൻ്റെ തൈപ്പൂയത്തിന് ശൂലം കുത്തുന്നതിന് നോയമ്പുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എത്ര രാവിലെ കുളിച്ചത്. അപ്പം അമ്പലത്തിലോട്ട് പോകണം ശൂലം കുത്തുന്നതിനൊക്കെ ആയിട്ട്. അപ്പോൾ രാവിലെ പോകേണ്ടതുകൊണ്ട് തന്നെ ദോശയും സാമ്പാറും അതുപോലെ ചായയും ഒക്കെ തന്നെ പെട്ടെന്ന് വെച്ച് കൊടുത്തു. അങ്ങനെ വിഷ്ണുവിന് അത് കഴിച്ചിട്ട് അമ്പലത്തിൽ പോയിട്ട് ആ ഒരു സമയത്തെ വീഡിയോ ഒക്കെ വെറുതെ ആയതുകൊണ്ട് എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇതിനിടയിൽ പിള്ളേരുടെ കാര്യം കൂടി ഞാൻ ഇടയ്ക്ക് പോയി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അല്ലിക്കുട്ടി രാവിലെ എൻ്റെ കൂടെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. മാതു കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ എഴുന്നേറ്റത്. അപ്പോൾ ചേട്ടൻ രാവിലെ അമ്പലത്തിൽ പോയതിൻ്റെ വഴക്കാണ് അല്ലിക്കുട്ടി. അതിൻ്റെ ഭയങ്കര വാശിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ആള്. എന്തുവാ എന്തോ എന്തോ സംഭവം വേറൊന്നുമല്ല. ചേട്ടൻ രാവിലെ അമ്പലത്തിൽ പോയപ്പോൾ വല്ലുക്കുട്ടി വഴക്കായതിന് ഫോണിൽ മുരുകൻ്റെ പാട്ട് വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ അത് ഞാനത് ഓഫ് ചെയ്തതിനുള്ള വഴക്കാണ് പുള്ളിയാ കാണിച്ചത്. അപ്പം അവനെ ഒരു വിധത്തിലൊക്കെ ഒതുക്കി നിർത്തിയിട്ട് ഞാൻ പെതിയെ ബീൻസ് തോരൻ അങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പം ബീൻസ് എടുത്തിട്ട് അതിനകത്തേക്കുള്ള സവോളയും ഒക്കെ അതാണ്ട് അരിഞ്ഞു വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് അമ്മ BP ചെക്ക് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മയും കൂടെ വന്നിട്ട് വേണം ഞങ്ങൾക്ക് ഇനി കാവടിയാട്ടമൊക്കെ കാണാനായിട്ട് പോകാൻ. കാവടിയാട്ടമൊക്കെ കഴിയുമ്പോൾ അമ്പലത്തിൽ എപ്പോഴും ഉച്ചയ്ക്ക് കഞ്ഞിയൊക്കെ ഉള്ളതാണ് കേട്ടോ. എന്നാലും എന്തേലും കാരണവശാൽ നമുക്ക് കഞ്ഞി കുടിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് കണ്ടിട്ട് വീട്ടിൽ ചോറും കറിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ അമ്പലത്തിൽ പോകുന്നത്. അപ്പോൾ ഞാൻ ബീൻസ് തോരനൊക്കെ എടുത്തിട്ട് ബീൻസ് തോരൻ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പണി തീർക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒരുങ്ങി അമ്പലത്തിലോട്ട് പോകാം എന്ന് വിചാരിച്ചിട്ട് പിള്ളേർ അടങ്ങിയിരിക്കുന്ന നേരത്താണ് ഞാനിതൊക്കെ ചെയ്യുന്നത് കേട്ടോ. മാതുക്കുട്ടിക്ക് അപ്പുറത്ത് TV ഒക്കെ വെച്ച് കൊടുത്തിട്ട് TV ഓൺ ആണെങ്കിലും പുള്ളി അപ്പുറത്ത് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ മാതുക്കുട്ടി അവിടെ ഇരിക്കുന്നു. അല്ലുക്കുട്ടി കുറച്ച് നേരത്തേക്കൊക്കെ അടങ്ങിയിരുന്നു. പിന്നെ രണ്ടുപേരെയും കുളിപ്പിക്കാനായിട്ടൊക്കെ അങ്ങ് പോയി. പിന്നെ അതിനിടയ്ക്ക് വന്നിട്ട് കുറച്ച് പാത്രമൊക്കെ ഉണ്ടായിരുന്നു അങ്ങ് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പണിയൊക്കെ പെട്ടെന്ന് തീർക്കുകയാണ്. പിന്നെ തൂത്തുവാരി അങ്ങനെ തൂത്തുവാരിക്കൊണ്ട് നിൽക്കുമ്പം തലേ ദിവസം കാവടി വിളക്കിന് വാങ്ങിച്ചൊരു വാളൊക്കെ ആയിട്ട് അല്ലുക്കുട്ടി എൻ്റെ അടുത്ത് വന്നു കേട്ടോ. പിന്നെ അതും കൊണ്ട് കുറേ നേരം നിന്നു. പിന്നെ ചൂലൊക്കെ തലയെ പൊക്കി പിടിച്ചുകൊണ്ട് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നേ. അപ്പോൾ രാവിലെ 8:30 ആയപ്പോൾ ചേട്ടൻ അമ്പലത്തിലോട്ട് പോയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ അമ്പലത്തിൽ ചെന്നിട്ടുള്ള വീഡിയോ ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ അടുത്ത് തന്നിട്ടുള്ളൊരു മുരുകൻ്റെ അമ്പലത്തിലാണ് കേട്ടോ പോയത്. അപ്പോൾ അവിടെ ചെന്നിട്ട് കുത്താനുള്ള ശൂലവും കാര്യങ്ങളൊക്കെ പൂജിച്ചു. അപ്പോൾ അമ്പലത്തിൽ നിന്ന് ശൂലമൊക്കെ പൂജിച്ചിട്ട് നേരെ ഇവർ പോകുന്നത് തൃക്കവിയൂർ മഹാദേവ ക്ഷേത്രത്തിലോട്ടാണ് കേട്ടോ. അപ്പം കവിയൂർ അമ്പലത്തിൽ നിന്നാണ് നമ്മുടെ ഈ ഒരു കാവടിയാട്ടം തുടങ്ങുന്നത്. അങ്ങനെ അവിടെ നിന്ന് നേരെ നമ്മൾ ഈ ഒരു മുരുകൻ്റെ അമ്പലത്തിലോട്ടാണ് കേട്ടോ വരുന്നത്. അപ്പം കവിയൂർ അമ്പലത്തിൽ പോയിട്ടാണ് നമ്മൾ ശൂലവും കാര്യങ്ങളൊക്കെ കുത്തുന്നത്.
മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ശൂലമൊക്കെ കുത്തിയിട്ട് കാവടിയാട്ടം പുറപ്പെടുന്ന സമയത്തുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഞങ്ങൾ ഈ ഒരു അമ്പലത്തിലോട്ട് രാവിലെ വന്നിട്ടില്ലായിരുന്നു. കാരണം 2 മക്കളെയും കൊണ്ട് വന്നിട്ട് കുറേ നേരം ഈ വെയിലൊക്കെ കൊണ്ട് നിൽക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു കാവടിയാട്ടം വരുന്ന ഒരു മുരുകൻ്റെ അമ്പലത്തിൻ്റെ ആ ഒരു ഭാഗത്തോട്ടാണ് കേട്ടോ. അപ്പോൾ അതേ ഞാനും അമ്മയൊക്കെ പോകാനായിട്ട് റെഡിയായിട്ട് പിള്ളേരൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അച്ഛൻ ഞങ്ങളെ അങ്ങോട്ടൊക്കെ കൊണ്ടുവിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പം ഞങ്ങൾ വന്ന സമയത്ത് കാവടിയാട്ടം അവിടെ എത്തിയിട്ടേ ഇല്ലായിരുന്നു. കുറേ നേരം പിന്നെ അവിടെ നിൽക്കേണ്ടി വന്നു കേട്ടോ. അങ്ങനെ ഒരു 10-20 മിനിറ്റ് അവിടെ കാവടിയാട്ടം വരുന്നത് നോക്കി വെയിലത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു. അല്ലിക്കുട്ടിക്ക് ചെറുതായിട്ടൊരു ഉറക്കമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 11:30 ആയിട്ടുണ്ട് സമയം. അങ്ങനെ നീ നോക്കി നിന്ന കാവടിയാട്ടം ഞങ്ങളുടെ അടുത്തെത്താറായി കേട്ടോ. നല്ല ചൂടായിരുന്നു, നല്ല വെയിലായിരുന്നു. അപ്പോൾ ഈ ഒരു വെയിലത്ത് അവർ ചൂട് കുറയാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട് കേട്ടോ റോഡിൽ. പക്ഷെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വെള്ളം ഒഴിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് ചൂട് കുറയല്ല, കുറച്ചുകൂടെ ചൂടിൻ്റെ കാഠിന്യം കൂടുന്ന പോലെയാണ് കേട്ടോ തോന്നുന്നത്. കാരണം ഈ ഒരു വെള്ളം ഒഴിക്കുമ്പം ഈ ഒരു വെള്ളവും കൂടെ ചൂടായിട്ട് നല്ല ചൂട് വെള്ളമായിരിക്കുമല്ലോ കിടക്കുന്നത്. അപ്പോൾ ചെരുപ്പിലാണ് നടന്നു വരുന്നവർക്ക് കുറച്ചുകൂടെ പൊള്ളൽ കൂടത്തല്ലേ ഉള്ളൂ. എനിക്കങ്ങനെയാണ് കേട്ടോ തോന്നിയത്. അങ്ങനെ ഈ കാവടിയാട്ടം നമ്മുടെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു മുരുകൻ്റെ അമ്പലത്തിലോട്ട് പോകുന്ന ആ വഴി കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് കയറി നിന്നിട്ടുണ്ട് കേട്ടോ, കാവടിയാട്ടം മൊത്തത്തോടെ ഇങ്ങനെ കാണാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആദ്യം തന്നെ ക്ഷീണിച്ച് വലഞ്ഞ 2 കാവടി ആടുന്ന പിള്ളേരുണ്ട് കേട്ടോ. അപ്പോൾ അവർ വണ്ടിയിൽ കയറി ഇരുന്നിട്ടുണ്ട്. നല്ല വെയിലല്ലേ, പിള്ളേർക്കൊക്കെ ഈ ഒരു വെയിലത്ത് ചെരുപ്പിലാണ് നടന്നു വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടുള്ള കാര്യമാണ്. അങ്ങനെ കുറേ കാവടി ഇപ്രാവശ്യം ഉണ്ട് കേട്ടോ. കുറേ മയിൽപ്പീലി കാവടിയും കുറേ കുഞ്ഞു പിള്ളേരൊക്കെ കാവടി എടുക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊന്ന് ഇത്രയും ആൾക്കാരില്ലായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം കുറവായിരുന്നു ആൾക്കാർ. അപ്പോൾ കാവടിയാട്ടൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാവടിയാട്ടം മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇപ്രാവശ്യം. അപ്പോൾ ശൂലമൊക്കെ കുത്തുന്നവർ ലാസ്റ്റാണ് കേട്ടോ ഉള്ളത്. അപ്പം നമ്മൾ വിഷ്ണുവിനെയും കൂടെ കണ്ടിട്ട് നേരെ ഫാസ്റ്റിൽ നടന്ന് അങ്ങ് അമ്പലത്തിലോട്ട് പോയിട്ട് ഇനി അമ്പലത്തിന് അവിടെ എവിടെ എങ്ങനെ തണലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി സമാധാനത്തോടെ നിൽക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശൂലം കുത്തുന്ന ആൾക്കാരെയും കൂടെ കണ്ടിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം കുറേ കാവടി ഉണ്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യം. അങ്ങനെ കാവടിയൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കറക്ക് കാവടിയൊക്കെ ഉണ്ട് കേട്ടോ. അമ്മൻകുടം കറക്ക് കാവടി അതൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ കറക്ക് കാവടിയൊക്കെ വന്നതിൻ്റെ പുറകിലായിട്ടായിരുന്നു കേട്ടോ ശൂലം കുത്തുന്നവരുണ്ടായിരുന്നത്. അപ്പോൾ കുറേ പേരുണ്ടായിരുന്നു ഇപ്രാവശ്യം ശൂലം കുത്താനും. അപ്പോൾ ശൂലം കുത്തുന്ന ആൾക്കാരൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിഷ്ണുവിൻ്റെ ശൂലം കുറച്ച് വലിയ ശൂലം ആയതുകൊണ്ട് തന്നെ വിഷ്ണുവിന് ഏറ്റവും ലാസ്റ്റായിരുന്നു ശൂലം കുത്തി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം വിഷ്ണുവിനെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അല്ലിക്കുട്ടിയും മാധുക്കുട്ടിയും. രാവിലെ മുതലേ അച്ഛൻ ശൂലം കുത്തുന്ന കാണണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വഴക്കുണ്ടാക്കിയിരിക്കുകയാണ് മാധു. പക്ഷേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശൂലം കുത്തിയത് കണ്ടപ്പോഴത്തേനും മാധുവിന് പേടിയായിപ്പോയി കേട്ടോ. മാധു പിന്നെ അങ്ങോട്ടധികം ശ്രദ്ധയൊന്നും കൊടുത്തില്ല. ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുഞ്ഞിങ്ങനെ മാറി നിൽക്കുകയായിരുന്നു. അപ്പോൾ തൈപ്പൂയം, ശിവരാത്രി ഇങ്ങനെയുള്ള ഉത്സവങ്ങളിലൊക്കെ മെയിനായിട്ടുള്ളത് ഈ ഒരു കാവടിയാട്ടവും അതേപോലെ തന്നെ ശൂലം കുത്തലും ഒക്കെയാണ് കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിൽ ശൂലം കുത്തുക, കാവടിയാടുക ഇതൊക്കെയാണ് കേട്ടോ ഈ ഒരു തൈപ്പൂയം, ശിവരാത്രിയൊക്കെ വരുമ്പം പ്രധാനമായിട്ടുള്ളൊരു വഴിപാടെന്ന് പറയുന്നത്. അപ്പോൾ പല നാട്ടിലും പല രീതിയിലാണ് കേട്ടോ തൈപ്പൂയമൊക്കെ ആഘോഷിക്കുന്നത്. ഞാൻ ഒരുപാട് വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ എന്താ പറയുക, തൂക്ക് നേർച്ച, അങ്ങനെ കുറേ വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള നേർച്ചകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ നാട്ടിലുള്ള ഒരു ആചാരം ഇതാണ് കേട്ടോ. അപ്പം വഴിയിലൊക്കെ ഒരുപാട് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. ഒത്തിരി വെള്ളമൊന്നും അങ്ങനെ കുടിക്കാൻ നിന്നില്ല കേട്ടോ. കുറച്ച് നാരങ്ങ വെള്ളം ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കാവടി അമ്പലത്തിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ തണൽ നോക്കി തന്നെ ആദ്യമേ വന്ന് അമ്പലത്തിൻ്റെ തൊട്ട് മേളിലൊരു മതിലിൻ്റെ അവിടെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു വാഴത്തോപ്പാണ്, അപ്പോൾ അവിടെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാവടിയാട്ടമൊക്കെ അമ്പലത്തിനകത്തൊക്കെ കയറുകയാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റാണ് കാവടി വന്നു കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് കേട്ടോ ശൂലം കുത്തുന്നവർ വരുന്നത്. അപ്പോൾ ശൂലം കുത്തുന്നവർ വന്നിട്ട് ഈ ഒരു അമ്പലത്തിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് തന്നെ, അതായത് അമ്പലത്തിനുള്ളിലോട്ട് കയറത്തില്ല, അമ്പലത്തിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് തന്നെ ശൂലമൊക്കെ ഊരിയിട്ട് പിന്നെ അവർ അങ്ങ് അകത്തോട്ട് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്.
അപ്പോൾ കാവടിയൊക്കെ ഇതേ അകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നിന്നത് വിഷ്ണുവേട്ടൻ ആയതുകൊണ്ട് തന്നെ ലാസ്റ്റ് വിഷ്ണുവേട്ടൻ്റെ ശൂലമാണ് ഊരുന്നത്. കുറച്ച് വലിയ ശൂലമായിരുന്നേ. അപ്പോൾ ദേ കുറേ എല്ലാവരും ഇങ്ങനെ സൈഡൊക്കെ നോക്കിയിട്ട് സേഫായിട്ടാണ് കേട്ടോ അമ്പലത്തിന് മുമ്പിലോട്ട് കൊണ്ടുവരുന്നത്. അങ്ങനെ ദേ ശൂല ഊരാനായിട്ട് പോവുകയാണ്. അങ്ങനെ അമ്പലത്തിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അമ്പലത്തിലെ കഞ്ഞി ഉണ്ടായിരുന്നു. ഞങ്ങൾ കഞ്ഞി കുടിച്ചു കേട്ടോ. അല്ലിക്കുട്ടി വിഷ്ണുവിനെ കണ്ടപ്പോഴത്തേനും പുള്ളിക്കാരൻ ഭയങ്കര വയലൻ്റായി. അങ്ങനെ വിഷ്ണുവിനെ അല്ലിക്കുട്ടിയും കൊണ്ട് വീട്ടിലോട്ടിങ്ങി പോരുന്ന കേട്ടോ. അപ്പം ഞങ്ങൾ പെതിയ അമ്പലത്തിൽ നിന്ന് കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് അല്ലിക്കുട്ടിക്കുള്ള കഞ്ഞിയൊക്കെ ആയിട്ട് വീട്ടിൽ വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് വിഷ്ണുവിനെ പിന്നെ വീട്ടിൽ വന്ന് കുളിക്കൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് അമ്പലത്തിലോട്ട് തന്നെ പോയേ. അപ്പോൾ വീട്ടിൽ വന്നിട്ടാണ് കേട്ടോ അല്ലിക്കുട്ടി കഞ്ഞി കുടിക്കുന്നത്. ഇനി സുഖമായിട്ട് കുറച്ച് നേരം കിടന്നൊന്ന് ഉറങ്ങണം അല്ലേ മാധു? എന്താ എന്താ പുള്ളിയുടെ പാൻ്റൊന്നുമില്ല. ഞങ്ങളിനി കുറച്ച് കഞ്ഞി കുടിക്കട്ടെ. കുടിച്ച് കഴിച്ച കഞ്ഞി കുടിച്ച്. ഗുഡ് ബോയ്. അമ്മ തരട്ടെ കഞ്ഞി? ഇങ്ങനെ തന്നെ കുടിച്ച് കാണിച്ചേ കുഞ്ഞു കഞ്ഞിയൊന്ന്. അങ്ങനെ കുറച്ച് വെയിലൊക്കെ കൊണ്ടുവന്നതിൻ്റെ ക്ഷീണത്തിൽ കുറച്ച് നേരം പിള്ളേരെയൊക്കെ കിടത്തി ഉറക്കിയിട്ട് ഞാനും കിടന്ന് ഉറങ്ങി കേട്ടോ. അപ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിട്ട് കുളിയും കഴിഞ്ഞിട്ട് ചായയും മിച്ചറൊക്കെ കഴിക്കുകയാണേ. അപ്പോൾ ചായയും മിച്ചറും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വിഷ്ണുവിന് ഉറങ്ങുകയാണ് കേട്ടോ. എനിക്ക് കഴിക്കാൻ കൂടുതൽ ഇഷ്ടം എരിവുള്ള മിച്ചറാണ് കേട്ടോ. പക്ഷേ മക്കൾക്ക് കഴിക്കാൻ അത് ബുദ്ധിമുട്ടായതുകൊണ്ട് എരിവില്ലാത്ത മിച്ചർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിനകത്ത് കപ്പലണ്ടിയൊക്കെ അതേ ഇതുപോലെ ഞാൻ ആദ്യമേ പെറുക്കിയങ്ങ് തിന്നെ. എന്നെപ്പോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എപ്പം മിച്ചർ കിട്ടിയാലും ആദ്യമേ ഞാനത്തെ കപ്പലണ്ടിയൊക്കെ തിരഞ്ഞ് പെറുക്കിയങ്ങ് തിന്നും, എന്നിട്ടേ ബാക്കി കഴിക്കത്തുള്ളേ. അപ്പോൾ ദേ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിട്ട് കാപ്പി പിന്നെ ഉള്ളിവടയും കഴിക്കുകയാണ്. പക്ഷെ ഞാൻ ഉള്ളിവട വേണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഉള്ളിവട കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. ഒരു തൈപ്പോയ ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ്. ഇനി വൈകുന്നേരം ചോറ് കൊണ്ടിട്ട് കിടന്നുറങ്ങും, അത്രേ ഉള്ളൂ. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ ടാറ്റാ.
ടാറ്റ